ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്യാണ പാർട്ടികളിലൊക്കെ കിട്ടുന്നത് പോലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ 65 ആണ്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ നല്ല സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് എല്ലുള്ളതും എല്ലില്ലാത്തതുമായിട്ടുള്ള പീസുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2.5 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് കറിവേപ്പില ചെറിയതായി നുറുക്കിയത്, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആവുന്ന വിധത്തിൽ നമുക്കിതൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മസാലയൊക്കെ പുരട്ടിയിട്ടുള്ള ചിക്കനിലേക്ക് ഒരു കോട്ടിങ്ങിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുത്ത് നന്നായി ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കനിലെ മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇത് മൂടി വെച്ച് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ചൂടായ എണ്ണയിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്കിത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറമേ ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് അത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഒരു കളർ കിട്ടിയിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോഴാണ് ഈ ഒരു കളർ നല്ലൊരു കളർ നമുക്ക് കിട്ടുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടി കളർ ഉണ്ടായിരിക്കും. അത് ഫുഡ് കളർ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നല്ലൊരു കളർ അല്ലാതെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 ബാച്ചായിട്ട് ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുള്ള ഓയിലിൽ നിന്ന് തന്നെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 15 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയതും ഒരു 4 പച്ചമുളക് ചെറുതായി നുറുക്കിയതും ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒരു 2 മിനിറ്റ് അതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതുകൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ 65 അടിപൊളിയായിട്ട് റെഡിയായി. പിന്നെ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് പൊടി അതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്. നമുക്ക് കടയിൽ നിന്നും അതുപോലെ റെസ്റ്റോറൻറ്റിൽ നിന്നും അതുപോലെ കല്യാണ പാർട്ടികളിലൊക്കെ കിട്ടുന്ന പോലെയുള്ള അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചിക്കൻ 65-ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.